ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എച്ച് ഡാഷ് ഇസ് ഇക്വൽ ടു ബി റേസ് ടു 4 എന്ന് വെച്ചാൽ പെർട്ടർബുലേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജിയിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്തായിരിക്കും ഈ എൻ ഓഫ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കറക്ഷനാണ്. എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണോ ഏത് സ്റ്റേറ്റിലാണോ നമുക്ക് പറയില്ല. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ് ജനറലായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രാ ഓഫ് എൻ ഓഫ് ബി എക്സ് റേസ് ടു 4 കെറ്റുന്ന കൊടുത്തു. ഇതിൽ ബി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനെ പുറത്തിറക്കുമ്പോൾ ഇത് നമ്മൾ എഴുതി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ എ പ്ലസ് എ ഡയഗ്രാണ്. ഇതിനെ നമ്മൾ റൈസ് ടു 4 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഇതിനെ റൈസ് ടു 4 കൊടുക്കുമ്പോൾ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ ഹോൾ സ്ക്വയർ ആയിരിക്കും. കാരണം റൂട്ടുള്ള ഈ ടൈം 4 തവണ വരുമ്പോൾ 2 തവണ വരുമ്പോൾ തന്നെ ഓർഡർ 1 ആയി, പവർ 1 ആയി. വീണ്ടും 2 തവണ വരുമ്പോൾ എന്തായിരിക്കും 1 ആയി. അങ്ങനെ 2 കൂടി കൂട്ടുമ്പോൾ 2 ആയിരിക്കും പവർ വരാം. എ പ്ലസ് എ ഡയഗർ ഹോൾ റൈസ് ടു 4 വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അതിന് നമുക്ക് ചെയ്യുമ്പോൾ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മനസ്സിലായി. നമ്മൾ സ്ക്വയർ ഉള്ളതിൻ്റെ കുറിച്ച് ഇതിന് അതുപോലെ നമ്മൾ 4 റൈസ് ടു 4 ഉള്ളതിൻ്റെ ചെയ്യാം. നമുക്ക് ചെയ്യുമ്പോൾ 3 + 6n + 6n സ്ക്വയർ ആയിരിക്കും വരാം. ഇത് നമ്മൾ 3നെ കോമൺ ആയിട്ട് പുറത്തിറക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും 1 + 2 ഇവിടെ 2 ആയിരിക്കും. അതായത് 2 3s are 6 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതി. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇതിനെ കുറയ്ക്കാൻ വീണ്ടും ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2നെ പുറത്തിറക്കുമ്പോൾ ഇവിടെ 1 ആണുള്ളത്. 1/2 + n + n സ്ക്വയർ ആയിട്ട് വന്നു. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും 3h കട്ട് സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ ഇവനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4m സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. വീണ്ടും 2 കൊടുക്കുമ്പോൾ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 4ത്തെ 2ഉം വെട്ടിപ്പും ബാക്കി 2 ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ 3h കട്ട് സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ 2m സ്ക്വയർ ഒമേഗ ഇവനെ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇവനെ നമ്മൾ എന്ത് ചെയ്യാം, ഇവൻ കോൺസ്റ്റന്റ് അവനെ പുറത്തിറക്കുമ്പോൾ എന്തായിരിക്കും ബാക്കി നമുക്ക് ഇവനായിരിക്കും വരാം. ഇവനെ നമുക്ക് 1 ആയിട്ട് കണക്കാക്കാൻ പറ്റും ഇവനെ. പിന്നെ ഇവനെ നമുക്ക് കിട്ടും. ഇവനെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റാം. ഈ എന്നിനെ ഇവനെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ ഓഫ് കെറ്റ് വരുമ്പോൾ എന്തായിരിക്കും റൂട്ട് ഓഫ് n കെറ്റ് ഓഫ് n - 1 എന്നായിരിക്കും വരാം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ഇരിക്കും നമുക്ക് കിട്ടാം. ഇത് ഡെൽ ഓഫ് നമുക്ക് ഡെൽ ഓഫ് n, n - 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക 0 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ടേമിനെ ചെയ്തു. അടുത്ത ടേമിനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ n.n എന്നായിരിക്കും കിട്ടുക. n.n ചെയ്യുമ്പോൾ n അവിടെ വെച്ചു ആദ്യത്തെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും റൂട്ട് ഓഫ് n, n - 1 ആയിരിക്കും. അടുത്തത് ഈ n വെച്ചിട്ട് ഈ n - 1നെ ഓപ്പറേറ്റ് ചെയ്യണം. അതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന് ഇവനെ നമുക്ക് റൂട്ടിലാക്കാം. റൂട്ട് ഓഫ് n - 1 കെറ്റ് ഓഫ് n - 2 എന്ന് കിട്ടും. അതായത് ഡെൽ ഓഫ് n, n - 2 അതായത് 0 ആയിട്ട് പോകും. n ആണ് 1 ആവുക, അല്ലെങ്കിൽ n - 1 n - 1 അല്ലെങ്കിൽ n - 2 n - 2 ഡെല്ലുകളാണ് 1 ആവുക. അപ്പോൾ ഇവനെ നമുക്ക് ചെറുതാക്കി എഴുതുമ്പോൾ എന്തായിരിക്കും ഇവിടെ എല്ലാം 0 ആയിപ്പോയി, ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/4 ആയിരിക്കും. 3h കട്ട് സ്ക്വയർ ബി ഡിവൈഡ് ബൈ m സ്ക്വയർ ഒമേഗ സ്ക്വയർ കിട്ടും.